ഹലോ, എല്ലാവർക്കും സുഖാണല്ലോ. അപ്പം ഞാൻ കുറേ ആയി ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്, വെക്കേഷനായിട്ട് വന്നതാണ്. പാലക്കാട് ജില്ലയിലെ ചെർപ്പളശ്ശേരിക്കടുത്തുള്ള നെല്ലായ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പോൾ ഞാൻ എൻ്റെ വീടും പരിസരമൊക്കെ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചെടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷം പഴക്കമുള്ളതാണെന്ന് പറയാൻ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അമ്മയ്ക്കും അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല. പിന്നെ അനിയൻ്റെ കല്യാണമൊക്കെ ആയ സമയത്ത് വീടൊന്ന് ആൾട്രേഷൻ ചെയ്തെടുത്തു എന്നുള്ളൂ. എന്നാലും വലിയ പണികളൊന്നും ചെയ്തിട്ടില്ല. ഇതൊരു നീണ്ട ഇടനാഴികയായിരുന്നു. അതിൻ്റെ സെൻട്രലായിട്ട് ഒരു ജനലുണ്ടായിരുന്നു. ജനൽ അവിടെ നിന്ന് എടുത്തിട്ട് മുന്നിലേക്ക് ഇങ്ങോട്ട് നീട്ടിയിട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ലെഫ്റ്റ് ഭാഗത്ത് ഇവിടെയായിരുന്നു പൂമുഖം. ഇതുവഴിയായിരുന്നു ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പൂമുഖം അങ്ങോട്ട് അടച്ചുറപ്പാക്കിയിട്ട് അതൊരു ബെഡ്റൂം ആക്കി മാറ്റി. പിന്നെ അത് ഇടത് ഭാഗത്ത് ഇവിടെയാണ് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അച്ഛൻ്റെയൊക്കെ മറവ് ചെയ്ത സ്ഥലം. എനിക്ക് എൻ്റെ വീട്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ഭാഗമാണ് കേട്ടോ. അതുപോലെ തന്നെ തൊടിയിലൂടെയും പറമ്പിലൂടെയൊക്കെ ഇങ്ങനെ നടക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഒരുപാട് മുറ്റമുണ്ട്, അടിച്ചു വരാനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട്. പണ്ട് അച്ഛനുള്ള കാലത്തൊക്കെ വീട്ടിൽ ഇഞ്ചി, മഞ്ഞൾ, കൂവ, കപ്പ, പിന്നെ വാഴകൾ, അങ്ങനെ ഒരുപാട് കൃഷികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഈ പന്നികളുടെ ശല്യം നല്ലോണ്ട്. പന്നികൾ വന്നിട്ട് ഒക്കെ മറിച്ചിട്ടിട്ട് ഒക്കെ നശിപ്പിച്ചിട്ട് പോണ കാരണം ഇപ്പോൾ ഒന്നും അങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല. പഠിക്കണ കാലത്ത് ഞാനിതാ ഈ മുറ്റത്തു കൂടെയൊക്കെ നടന്നിട്ടാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടൊക്കെ പഠിക്കുക. പിന്നെ ഒരു ഇരുമ്പാമ്പുളി മരം ഉണ്ട്. ഇത് അച്ഛനുള്ള കാലത്ത് അച്ഛൻ കുഴിച്ചിട്ടതായിരുന്നു. ഇതുപോലെ ഒരു ചെമ്പകത്തിൻ്റെ തൈ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പോയി ഇല്ല ഇപ്പോൾ. അപ്പോൾ ഇരുമ്പാമ്പുളി ഇത് നല്ല ചെറുതാണ്. ഇപ്പം അധികം കായകളൊന്നും കാണാനില്ല. പക്ഷെ നല്ല പുളി ഉണ്ടായിരുന്നു. പിന്നെ ചാമ്പയ്ക്ക ഉണ്ട്. ചാമ്പയ്ക്ക ചെറുതാണ്, പക്ഷെ എന്നാലും നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനൊരു കുറച്ചൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ചക്കയും മാങ്ങയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് അടിച്ചു മാറ്റി കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് മുരിങ്ങയിലും ചേമ്പൊക്കെ. പക്ഷെ 2 ഐറ്റംസ് ഇപ്പോൾ ഇവിടെ ഇല്ല. കോവയ്ക്കൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അമ്മ അടുക്കളയിലുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു ചമ്മലാണ് കേട്ടോ. അപ്പോൾ അതാണ് വീഡിയോൻ്റെ മുന്നിലൊന്നും വരാത്തത്. അപ്പോൾ നമുക്കിനി ഉള്ളിലേക്ക് കയറി നോക്കാം. ഇവിടെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ദേവൂട്ടനും കണ്ണനൊക്കെ അവിടെ ഇരുന്ന് TV കാണുന്നുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു പോരുന്ന ദിവസമായിരുന്നു, വളാഞ്ചേരിയിലേക്ക് പോരുന്ന ദിവസമായിരുന്നു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ലഗേജും കാര്യങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇതാണ് അനിയൻ്റെ ബെഡ്റൂമാണ്. ഇതായിരുന്നു ആദ്യത്തെ പൂമുഖം. പിന്നെ 2 ചെറിയ റൂമുകളാണ്. അത് പണ്ടേയുള്ള റൂമുകളാണ്. ഞങ്ങൾ അമ്മായിയുടെ റൂം എന്ന് പറയും കേട്ടോ. കാരണം അമ്മായി മോളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ പണ്ട്. അവർ ഉപയോഗിച്ചിരുന്ന റൂമായിരുന്നു അത്. പിന്നെ വിഗ്രഹമൊക്കെ വെച്ചിരിക്കുന്ന ഈ ഭാഗത്തിന് ഞങ്ങൾ ശിവതിക്കൂട് എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഈ 2 റൂമിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു സ്റ്റെയർ ഉണ്ട്. അത് കുത്തനെയാണ് കേട്ടോ. പണ്ട് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ നിന്ന് താഴേക്ക് വീണിട്ടുണ്ട്. അങ്ങനെ കയ്യൊക്കെ ഒടിഞ്ഞ് ആ ഒരു സീനൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ കുറച്ച് പുരാതന വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു മേലെ. അപ്പോൾ വവ്വാലുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ഇല്ല. 2 റൂമുണ്ട് മുകളിൽ. 2 റൂമിലും വവ്വാലുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സൂക്ഷിച്ചു പോണേന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ കയറി നോക്കിയപ്പോൾ അങ്ങനെ കാര്യമായിട്ടൊന്നും അവിടെ കാണാനില്ല. പിന്നെ കുറേ പാത്രങ്ങൾ, ചങ്ങല, ചാരുകസേര, പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ തപ്പിത്തിരഞ്ഞ് നോക്കിയപ്പോൾ ഒരു വാള് കിട്ടി. പരീക്ഷയുടെയൊക്കെ സമയമായി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിരുന്നിട്ടാണ് പഠിക്കാറ്. അപ്പോൾ ഇടയ്ക്ക് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഈ ജനൽ അങ്ങോട്ട് തുറന്നിടും. അപ്പോൾ നേരെ മുന്നിലൊരു വീടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് നോക്കി അങ്ങനെ നിൽക്കും. ഇതൊക്കെയായിരുന്നു പരിപാടികൾ. അപ്പോൾ ഞാൻ അവിടുന്ന് വാളും പിന്നെ ഒരു വലിയ ചട്ടുകവും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് നേരെ താഴേക്ക് പോന്നു. പിന്നെ ഒരു ഡൈനിങ് ഹാളാണ്. പിന്നെ ഇവിടെ 2 അടുക്കള ഉണ്ടായിരുന്നു. ഇപ്പോൾ 2ഉം കൂടെ ചേർത്തൊരൊറ്റ കിച്ചണാക്കി മാറ്റി. അപ്പോൾ അത്രയ്ക്കുള്ളൂ താഴെ കാണാൻ. പിന്നെ ഞാൻ വാളൊക്കെ എടുത്ത് നേരെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ നമ്മുടെ യോധ സിനിമയിൽ ജഗതി കാണിക്കുന്ന പോലെ കുറച്ച് അഭ്യാസ പ്രകടനങ്ങളൊക്കെ അങ്ങനെ ചെയ്യായിരുന്നു കേട്ടോ. അപ്പം മോൻ പറഞ്ഞു, അമ്മ കൈ ഒളുക്കും വേണ്ടാന്ന്. അപ്പം ഞാൻ നിർത്തി. പിന്നെ ഈ ചട്ടുക ഉണ്ടല്ലോ, ഇത് ഞങ്ങളുടെ ഫാമിലിയിൽ മരിച്ച സദ്യ ആയിക്കോട്ടെ, കല്യാണത്തിൻ്റെ സദ്യ ആയിക്കോട്ടെ, പായസം ഇളക്കാൻ വേണ്ടിയിട്ട് മേടിച്ചു കൊണ്ടുപോകുന്ന ഒരു ചട്ടുക ആയിരുന്നു. ഇപ്പം അങ്ങനെ ആരും വാങ്ങിച്ചു കൊണ്ടുപോകാറൊന്നുമില്ല. പിന്നെ അപ്പോൾ ഞാനിത് വെച്ച് എങ്ങനെ ഇളക്കുമെന്ന് ചോദിച്ചപ്പോൾ ഞാനതിങ്ങനെ ഇളക്കിയിട്ട് കാണിച്ചു കൊടുക്കായിരുന്നു കേട്ടോ മോന്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ പുരാതന വസ്തുക്കൾ എന്ന് പറയാൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീട്ടിലെ വിശേഷങ്ങൾ. ഞാനിത് വീട്ടിലുള്ളപ്പോൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല വെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അടിച്ചു വരാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അമ്മ അവിടെ അടിച്ചു വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനും അമ്മയെ പോയി സഹായിക്കട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.